കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡിൽ നിധിയാണെങ്കിൽ വീട്ടിലെ എല്ലാവരും കൂടെ ഒന്ന് പറയുകയാണ്, ഇനി ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്ന്. എന്നാൽ എന്ത് ചെയ്യാൻ അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് സൂര്യ കയറി വരികയാണ്. സൂര്യയാണെങ്കിൽ കണ്ടത് ഭയങ്കര ഞെട്ടി നിൽക്കുകയാണ്. പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാണോ ഈ വീട്ടിൽ നിന്ന്, ഇയാൾ കാരണമോ ഇവിടെ നിന്ന് പോകാൻ കാരണം, എന്നിട്ട് അയാളെ നിങ്ങൾ വീണ്ടും വിളിച്ച് വരുത്തിയിട്ടുണ്ട്. എനിക്ക് ഇയാളെ കാണണ്ട, ഇയാൾ എന്തിനാണ് ഇവിടെ വരുന്നേ, എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ് ഇയാൾ കാരണം ഞാൻ ഇവിടെ നിന്ന് പോയത്, എന്നിട്ടും മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് എന്ന് അച്ഛനടുത്ത് ചോദിക്കുകയാണ്. എന്തായാലും അവരുടെ കാരണം വന്ന് പോയെന്ന് നീ പറയുന്നു വേണ്ട, ഞാൻ ആലോചിച്ച കല്യാണമല്ലേ, പിന്നെ എന്തിനാ നീ അങ്ങനെയൊക്കെ പറയുന്നേ? നീ അവരുടെ കാര്യമൊന്നും നീ നോക്കണ്ട, നീ ഈ വീട്ടിൽ നിൽക്കണമെന്ന് വെച്ചാൽ നിൽക്കണം, അത്ര തന്നെ. അപ്പോഴത്തേക്കും അമ്മ പറയുന്നുണ്ട്, ഞങ്ങൾ കല്യാണം ആലോചിച്ച് ചെറുക്കൻ എന്താ തെറ്റ്, നല്ല വിദ്യാഭ്യാസമില്ലേ, നല്ല ജോലിയില്ലേ, എല്ലാം കൊണ്ട് നല്ല ചെറുക്കനെയാണ്, പിന്നെ നിനക്കെന്താ ഇഷ്ടപ്പെടാത്ത കാരണം? നീ ഓരോ കാരണം പറഞ്ഞ് ഡ്രൈവറുടെ പോയിട്ട് പിന്നെ എന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും സഹോദരൻ പറയുന്നുണ്ട്, നീ ഇപ്പോഴും പോയിട്ട് തിരിച്ചു വന്നാൽ നിന്നെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നവനാ സൂര്യ, അതുകൊണ്ട് അവന് നീ വഴക്ക് പറയുകയോ കുറ്റം പറയുകയോ ചെയ്യരുത്, അവൻ ഇപ്പോഴും നിന്നെ സ്വീകരിക്കും, അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, അതുകൊണ്ട് നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല നിധി എന്ന് പറയുന്നുണ്ട്. എനിക്കങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് ഇവിടുന്ന് ഇപ്പോൾ തന്നെ പോകണം. കാര്യമെന്ന് വെച്ചാൽ ഞാൻ വന്ന സർട്ടിഫിക്കറ്റിന്, അല്ലാതെ പിന്നെ നിങ്ങൾ ഇവിടെ കയറി നിൽക്കാനോ അതുപോലെ ഇയാളെ ഭാര്യയാവാനോ വേണ്ടിയല്ല ഞാൻ ഇവിടെ വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട്, നിനക്ക് ഒരു കാര്യം കൊണ്ട് ഇവിടെ നിൽക്കാം, അല്ല എങ്കിൽ ഞാൻ 2 കണ്ടീഷൻ വയ്ക്കുന്നുണ്ട്. ഒന്നിൽ നീ ഇവിടെ നിൽക്കണം, അല്ല എങ്കിൽ നിൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ട് ഇവിടെ നല്ലൊരു ജീവിതമാണ് നീ നയിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷനാണ് ഞാൻ പറയുന്നത്, അല്ല എങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ഇനി നിനക്ക് ഉണ്ടാവില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ കേട്ടപ്പോൾ ഞെട്ടി നിൽക്കുന്നുണ്ട് നിധി. അപ്പോഴത്തേക്കും സൂര്യ പറയുന്നുണ്ട്, എന്താ നിധി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിന്നെ സ്വീകരിക്കാൻ ഞാൻ ഇപ്പം തയ്യാറായെന്ന് പറഞ്ഞിട്ട് അവനങ്ങ് ഡൈവേഴ്സ് ചെയ്ത് കളഞ്ഞോ, അവൻ എന്തിനാ നിനക്ക്? അതുമല്ല ആ വീട്ടിൽ എന്ത് നല്ല രീതിയിൽ സാഹചര്യത്തിൽ വളർന്ന കുട്ടിയാണ് നീ, നീ ആ വീട്ടിൽ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇനിയും ഈ വീട്ടുകാർ നീ സ്വീകരിക്കാൻ തയ്യാറായില്ലേ, ഞാനും, അതുകൊണ്ട് നീ ഇനി ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല, ഡൈവേഴ്സ് ആകുക, എൻ്റെ കൂടെ വരിക എന്ന് പറയുന്നുണ്ട്. നീ ആരാടാ അങ്ങനെയൊക്കെ പറയാൻ, നീ ഇനി എൻ്റെ അടുത്ത് മിണ്ടിപ്പോവല്ലേ, നീ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയതെന്ന് പറയുന്നുണ്ട്. അപ്പം ഞെട്ടി ഇങ്ങനെ നിന്ന് നോക്കുകയാണ് സൂര്യ. ഞാൻ കാരണം ഒന്നും സംഭവിച്ചിട്ടില്ല, നിനക്കൊരു നല്ലൊരു ഭാവി തരാൻ വന്നവനാ ഞാൻ, പക്ഷേ നീ എൻ്റെ അടുത്ത് കാണിച്ചതോ എന്ന് പറയുന്നുണ്ട് സൂര്യ. അങ്ങനെ സൂര്യയുടെ ദേഷ്യം എല്ലാം കൂടെ നിധിയൊക്കെയാണെങ്കിൽ എങ്ങനെയെങ്കിലും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് പോയാൽ മതിയെന്നാണ് വിചാരം. അങ്ങനെ വീണ്ടും ചോദിക്കുന്നുണ്ട്, എനിക്ക് സർട്ടിഫിക്കറ്റ് എനിക്ക് തരണം, എനിക്ക് എൻ്റെ ജോലി നോക്കണം, എനിക്ക് എൻ്റെ കാര്യം നോക്കണം, അതിനുവേണ്ടി എനിക്കിത് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റമില്ല നിധി എന്ന് അച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചുകൊണ്ട് അമ്പരിപ്പിച്ച് എല്ലാവരും നിൽക്കുക. എല്ലാവരും ഒന്ന് നോക്കുന്നുണ്ട് എന്ത് ചെയ്യുമെന്ന്. വീണ്ടും നിധി പറയുന്നുണ്ട്, എനിക്ക് സമ്മതമല്ല ഇവിടെ നിൽക്കാൻ, എനിക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യം, ഞാനിവിടെ നിൽക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അച്ഛനാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കത്തിക്കുക. ഇത് കണ്ട് സഹിക്കാൻ പറ്റാതെ നിൽക്കുക നിധി. അങ്ങനെ അമ്മ പിടിച്ചു വെച്ചിരിക്കുക നിധിയെ വിടാതെ. എന്നാലും കരഞ്ഞ് കരഞ്ഞ് നിധി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളിത് ചെയ്തില്ലേ, ഇതിന് മോളെ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ അവിടെ ജീവിതകാലം മുഴുവൻ ആവശ്യമുള്ളത് അവളെ ഭാവിക്ക് വേണ്ടിയുള്ള, എന്നാൽ നിങ്ങൾ ഇത് നശിപ്പിച്ചതിന് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും, എൻ്റെ ഭാവി തകർത്തതിനും. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇനി എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ ആരുമല്ല, ബന്ധവുമല്ല, സ്വന്തവുമല്ല, നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവും എനിക്കിനി ഇല്ല, എനിക്കിനി എൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ, ഞാൻ നിങ്ങൾക്ക് ജീവിച്ച് കാണിച്ചു തരും എന്ന് വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അച്ഛനും അമ്മയും എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്. എന്നെ ഇതിനു വേണ്ടിയാണല്ലേ എന്നെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നത്, നിങ്ങൾ പിടിച്ചുകൊണ്ട് വരാൻ പറ്റിയില്ലെങ്കിൽ നാടകമായിട്ട് എന്നെ വിളിച്ചു വരുത്തി ഇങ്ങനെയൊക്കെ ചെയ്തത് ഇതിനു വേണ്ടിയായിരുന്നല്ലേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് നിധി. ഇത് ആശ്വസിപ്പിക്കാനാവാതെ അത് ചേട്ടത്തിയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുക. കാര്യം എന്തെന്ന് വെച്ചാൽ അവരാ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതും ഇങ്ങനെ ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. സർട്ടിഫിക്കറ്റ് കത്തിച്ചപ്പോൾ ഞെട്ടിയിരിക്കുക സാന്ദ്രയും. അങ്ങനെ സൂര്യയ്ക്ക് ചിരി വരുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ കിട്ടാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെയും കാണിക്കുന്ന സൂര്യയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല അനിയനെയും കൂട്ടി പിന്നെ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങുന്നുണ്ട്.
ഇറങ്ങി കരഞ്ഞുകൊണ്ട് വരുന്നത് കണ്ട് ചോദിക്കുകയാണ് എന്തു പറ്റി. അപ്പോൾ പറയുന്നുണ്ട്, ഇതുപോലെ എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം നശിപ്പിച്ചു, അവരെന്നെ നിർത്താനാണ് നോക്കിയത്. അങ്ങനെ കുറച്ച് വെള്ളം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നിതീഷ്. എന്നിട്ട് പറയുന്നുണ്ട്, കുഴപ്പമില്ല,